മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വോട്ടെടുപ്പ് അവസാനിച്ചു. മഹാരാഷ്ട്രയിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ജാർഖണ്ഡിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. അല്പസമയത്തിനകം എക്സിറ്റ് പോളുകൾ പുറത്തുവരും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ആദ്യം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. കൃഷ്ണരാജ്, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വോട്ടെടുപ്പ് 5 മണിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് ശതമാനം 5 മണി വരെയുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് 58.22%. അതായത് ഒരു വലിയ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഒരു മികച്ച പോളിംഗ് എന്ന നിലയിൽ നമുക്ക് മഹാരാഷ്ട്രയിലെ കണക്കുകൾ വിലയിരുത്താൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായ കണക്കുകൾ ഈ രണ്ട് സംസ്ഥാനവും സംബന്ധിച്ച് ഇനിയും നൽകേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് 5 മണി സമയം വരെയുള്ള ഇതാണ്. ചില പോളിംഗ് ബൂത്തുകളിൽ പിന്നീടും പോളിംഗ് നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൂർണ്ണമായ കണക്ക് വരണമെങ്കിൽ അല്പസമയം കൂടി കാത്തിരുന്നേ മതിയാകും. എന്തായാലും മഹാരാഷ്ട്രയിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. നിലവിലെ പോളിംഗ് ശതമാനം നോക്കിയാൽ തന്നെ 60-ലേക്ക് എത്തിയിട്ടില്ല. 2019 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60% പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ്. ഈ തവണയും ഏതാണ്ട് അതേ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഒരു 70-ന് മുകളിലേക്കോ 80-ലേക്കോ ഒക്കെ എത്തുന്ന രീതിയിൽ ഒരു കുതിച്ചുചാട്ടം വോട്ടർമാരുടേത് നമുക്ക് കാണാൻ മഹാരാഷ്ട്രയിൽ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ മഹാരാഷ്ട്ര സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളുകൾ കൂടി പുറത്തു വരും. ഒപ്പം ജാർഖണ്ഡിലും ഇന്നിപ്പോൾ 2ാം ഘട്ട വോട്ടെടുപ്പോടുകൂടി അവിടുത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ 13-ാം തീയതി നമുക്കറിയാം ആദ്യഘട്ടത്തിൽ 43 നിയമസഭാ മണ്ഡലങ്ങൾ ജാർഖണ്ഡിൽ വിധിയെഴുതി കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ 38 ശേഷിച്ചത്. ഈ 38 വോട്ടെടുപ്പ് കൂടി പൂർത്തിയായതോടെ 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിലും അതോടൊപ്പം തന്നെ 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്കുമുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. അതിനാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും എക്സിറ്റ് പോളുകൾ എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ചാണ് ഇനിയും രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയവും എല്ലാം ഉറ്റുനോക്കുന്നത്. കൃഷ്ണരാജ്, ശരി, ജാർഖണ്ഡിലേക്ക് വന്നാൽ അവിടെ ഭരണമാറ്റത്തിൻ്റെ സൂചനകൾ പലപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരുന്നു. പോളിംഗ് ശതമാനം ഭേദപ്പെട്ടതുമായിരുന്നു, അല്ലേ? കൃഷ്ണരാജ്, ജാർഖണ്ഡിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് 67.59%. 67 എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് അന്തിമമായ കണക്കല്ല. എങ്കിൽ പോലും അതൊരു മികച്ച പോളിംഗിന്റെ ലക്ഷണമാണ് ജാർഖണ്ഡിൽ കാണുന്നത്. ഒരുപക്ഷെ അവിടെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശാനുള്ള എല്ലാ സാധ്യതയും നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അതോടൊപ്പം തന്നെ അഭിപ്രായ സർവേകൾ വിലയിരുത്തിയിരുന്നു. കാരണം JMM കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ വന്നു. ഇപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോഴും ഏതാണ്ട് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 67.58 എന്ന് പറയുമ്പോൾ അതൊരു വോട്ടർമാരുടെ ഒരു കുതിച്ചുചാട്ടം നമുക്ക് കാണാം. അത് രാവിലെ മുതൽ തന്നെ ഈ ശൈത്യകാലമൊക്കെ ആണെങ്കിൽ പോലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് ധാരാളമായി എത്തുന്നുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും വ്യത്യസ്തമായി മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ ജാർഖണ്ഡിൽ നടന്നത്. അതിനാൽ ജാർഖണ്ഡിൽ ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കാനുള്ള സാധ്യതയാണോ ഈ വോട്ടർമാർ നൽകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ജാർഖണ്ഡിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് 13-ാം തീയതി നടന്നപ്പോഴും മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഈ 2ാം ഘട്ടത്തിലും വോട്ടർമാരുടെ കുത്തൊഴുക്ക് നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് കാണാൻ സാധിച്ചു. ഒപ്പം ജാർഖണ്ഡിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു ഭരണവിരുദ്ധ വികാരത്തിലൂടെ അവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള BJP സർക്കാർ രൂപീകരിക്കുവാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തന്നെ ജയിലഴിയിലാകുന്ന സാഹചര്യങ്ങളൊക്കെ അടുത്ത കാലത്താണ് ജാർഖണ്ഡിൽ നടന്നത്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ സോറൻ കുടുംബത്തിന്റെ ആധിപത്യത്തിലാണ് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനങ്ങൾ ഉയർന്നു. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം അനധികൃത കുടിയേറ്റം, അത് വനവാസി വിഭാഗത്തെ, പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു സമൂഹത്തെ വലിയ തോതിൽ സാമൂഹികമായി ബാധിക്കുന്നു. അങ്ങനെയുള്ള ദേശീയ വിഷയങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു വന്ന അഴിമതിയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ എതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ഒക്കെ സംസ്ഥാനത്ത് ആഞ്ഞടിച്ചേക്കാം. ഒരുപക്ഷെ ഈ ജാർഖണ്ഡിൽ ഉയർന്നു വരുന്ന പോളിംഗ് ശതമാനത്തിലൂടെ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡും സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളുകളാണ് ഇനിയും വരാനുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6:30 ശേഷം മാത്രമേ എക്സിറ്റ് പോളുകൾ പുറപ്പെടുവിക്കാവൂ എന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം നൽകിയിരുന്നു. അതിനാൽ ഇപ്പോൾ ഓരോ ദേശീയ മാധ്യമങ്ങളും അവരുടെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണരാജ്.
ആ, ഗൗതം, അതായത് ഈ ജാർഖണ്ഡിൽ ഭൂമി കുംഭകോണ വിവാദം, ഹേമന്ത് സോറൻ പ്രതിസന്ധിയിലാകുന്നു, പ്രതിരോധത്തിലാകുന്നു. സ്വാഭാവികമായൊരു പ്രതിരോധം JMM-ലും കോൺഗ്രസിലും അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നില്ലേ? കൃഷ്ണരാജ്, അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി നേരിട്ടിരുന്നു എന്നത് ഒരു വാസ്തവമാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ അഴിമതി കേസിൽ ജയിലിൽ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് JMM-ന് അവിടെ മാറിയത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പരാജയം അവിടെ ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിലൂടെ മനസ്സിലാക്കേണ്ടത് സാമൂഹികമായും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പ് അവിടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമൊക്കെ എതിരെ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ടായി. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ചമ്പായ് സോറിനെ പോലെയൊക്കെയുള്ള JMM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഒരുപക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവ് ഷിബു സോറിനൊപ്പം തന്നെ തലയെടുപ്പുള്ള നേതാവാണ് ചമ്പായ് സോറൻ. അങ്ങനെയുള്ള ചമ്പായ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജാർഖണ്ഡിൽ കൂടുവിട്ട് കൂടുമാറി BJP-യിലേക്ക് എത്തുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബാബുലാൽ മറാണ്ടി, അദ്ദേഹം മുൻപ് BJP ആയിരുന്നു. ജാർഖണ്ഡ് സംസ്ഥാനം 2000 നവംബർ മാസത്തിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ബാബുലാൽ മറാണ്ടിയാണ്. അന്ന് അദ്ദേഹം BJP ആയിരുന്നുവെങ്കിലും പിന്നീട് BJP-യുമായി തെറ്റിപ്പിരിഞ്ഞാണ് ജാർഖണ്ഡ് വികാസ് മോർച്ച എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ ബാബുലാൽ മറാണ്ടി അടുത്തിടെ ജാർഖണ്ഡ് വികാസ് മോർച്ചയെ BJP-യിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അതിനാൽ BJP-ക്ക് പല ഫാക്ടറുകൾ ജാർഖണ്ഡിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഒരു ഘടകം കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിക്കെതിരെ ജനങ്ങൾക്കിടയിലുള്ള വലിയ അതൃപ്തി, അത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ആണെങ്കിലും തുടർച്ചയായി JMM-ന്റെ നേതാക്കൾ നടത്തുന്ന അഴിമതിയും ക്രമക്കേടുമാണെങ്കിലും ശരി, മതപരിവർത്തനം പോലുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് അവിടുത്തെ ഭരണകൂടം എടുത്തില്ല എന്ന് വികാരം. അപ്പോൾ അങ്ങനത്തെ പല ഫാക്ടറുകളുണ്ട്. അത് കൃത്യമായി തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള BJP അവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്ത്യ മുന്നണി ഈ വിഷയങ്ങളിലൊക്കെ പ്രതിരോധത്തിലായി. അത് ഈ അഴിമതി ആരോപണങ്ങളിലാണെങ്കിലും അതല്ലെങ്കിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള JMM-ന്റെ ഏറ്റവും പ്രമുഖ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഹേമന്ത് സോറന്റെ പ്രായം സംബന്ധിച്ചുള്ള വിവാദമാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സോറന്റെ അടുത്ത അനുയായികളുടെ വീടുകളിൽ നടന്നിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയാണെങ്കിലും ഈ വിഷയങ്ങളിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകുവാനോ അതിനെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുവാനോ ഇന്ത്യ മുന്നണിക്ക് അവിടെ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് അകത്തെ പ്രശ്നം JMM-ഉം കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒപ്പം ഇടത് സംഘടനകൾക്ക് അവർക്ക് കാര്യമായ സ്വാധീനമില്ലെങ്കിൽ പോലും നാമമാത്രമായി ചില മണ്ഡലങ്ങളിലൊക്കെ ചില പോക്കറ്റുകളിൽ അവർക്ക് വോട്ടുണ്ട്. അവരിപ്പോൾ പല സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലം RJD-യും JMM-ഉം തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അങ്ങനെ കടുത്ത അഭിപ്രായ ഭിന്നത ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്കും ഇടയിൽ രൂപപ്പെട്ടു. അതെല്ലാം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിക്ക് JMM-ൽ അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ദോഷം ചെയ്തു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ശരി, നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ അവിടെ ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്ന രണ്ട് കക്ഷികൾ പിളർന്നുവല്ലോ. അതിൻ്റെ നേട്ടം കൃത്യമായി ഉപയോഗപ്പെടുത്താനും BJP-ക്കും NDA-ക്കും കഴിയുകയും ചെയ്തു. ഏക്നാഥ് ഷിൻഡെ ശിവസേനയെ പിളർത്തുന്നു, മറുവശത്ത് NCP അജിത് പവാർ പിളർത്തുന്നു. അതൊക്കെയും ഈ തെരഞ്ഞെടുപ്പിൽ വരുത്തി വയ്ക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണജി, മഹാരാഷ്ട്രയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുടെ പിളർപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ട് കാലമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ശിവസേനയും അതോടൊപ്പം തന്നെ NCP-യും. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാരാഷ്ട്ര എക്കാലവും കോൺഗ്രസിന്റെ ശക്തി ദുർഗമാണ്. ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. 1960-ൽ ആ സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം തുടർച്ചയായി കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു ഇടവേള ഇട്ട രണ്ട് പാർട്ടികളാണ് NCP-യും ശിവസേനയും. 1978-ലാണ് ഇന്നത്തെ NCP-യുടെ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാർ, അന്ന് അദ്ദേഹം NCP-യിലായിരുന്നില്ല, മറിച്ച് കോൺഗ്രസ് RS അല്ലെങ്കിൽ കോൺഗ്രസ് U എന്ന കോൺഗ്രസിനകത്തുനിന്ന് തന്നെ പിളർന്നു പോയ മറ്റൊരു കോൺഗ്രസുകാരുടേതായ തന്നെ പാർട്ടി, എങ്കിൽ പോലും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല.
അപ്പോൾ മഹാരാഷ്ട്ര പോലെ കോൺഗ്രസിന്റെ അധികായത്വം നിലനിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് ആദ്യമായി അവിടെ ഒരു കോൺഗ്രസ് അല്ലാത്ത ഒരു കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി 1978 വരുന്നത് തന്നെ ശരത് പവാറാണ്. അത് ഇപ്പോഴത്തെ NCP ആണ്. പക്ഷെ അന്ന് അദ്ദേഹം NCP അല്ല എങ്കിൽ പോലും പിന്നീട് അതേ ശരത് പവാർ ആണല്ലോ 99 NCP രൂപീകരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 78 കോൺഗ്രസിന്റെ ആ ഒരു വലിയ സ്വാധീനത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു പുതിയ മുഖ്യമന്ത്രി, ഒരു താരോദയം ശരത് പവാറിലൂടെ കാണുന്നുണ്ടെങ്കിൽ പിന്നീട് 1995 പിന്നീട് കോൺഗ്രസിനെ ആ ഒരു കുത്തകയിൽ നിന്നും കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്നും ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ വരുന്നത് ശിവസേനയാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ മേധാവിത്വത്തെ പോലും പിടിച്ചു മാറ്റിക്കൊണ്ട് അവിടേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ്. ആ പാർട്ടികൾ പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിനാൽ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായി അത് പിളർന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയും മറുഭാഗത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമുണ്ട്. രണ്ട് പാർട്ടികളും രണ്ട് മുന്നണിയിലായി നിൽക്കുകയാണ്. NCPയെ സംബന്ധിച്ചും സാഹചര്യം സമാനമാണ്. കാരണം NCPയും ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് NCP ശരത് പവാർ എന്ന പേരിൽ, മറുഭാഗത്ത് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ NCP നിലനിൽക്കുന്നു. ഈ രണ്ട് പാർട്ടികളും രണ്ട് മുന്നണിയിൽ നിൽക്കുന്നു. അതിനാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദേശീയ പാർട്ടികൾ അവിടെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഏറ്റവും മഹാരാഷ്ട്രയിൽ സ്വാധീനമുള്ള, ഒരുപക്ഷെ അവിടെ ഭരണം ഇനിയും തുടർച്ചയായി നിയന്ത്രിക്കാൻ പോകുന്നത് BJP തന്നെയാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും സംഘടനാ സംവിധാനം ഉള്ളത് BJPക്കാണ്. മറുഭാഗത്ത് കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിന് വർഷങ്ങളായി തന്നെ ഒരു വോട്ട് ബേസ് ഉള്ള, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന് അവിടെ വേരുകൾ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഈ രണ്ട് ദേശീയ പാർട്ടികൾ അവിടെ മത്സര രംഗത്തുണ്ട് എന്നത് നമ്മൾ ഉറപ്പിച്ച് പറയുമ്പോഴും ഏറ്റവും ദേശീയ തലത്തിൽ തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നത് പക്ഷേ ഈ രണ്ട് പ്രാദേശിക പാർട്ടികളിൽ ആരാണ്